എല്ലാവർക്കും നമ്മുടെ KK സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബേഡ്സിനുണ്ടാവുന്ന കണ്ണിന് ഉണ്ടാകുന്ന രോഗങ്ങൾ, അവരുടെ ഫംഗലുകൾ, അതെങ്ങനെയാണ് വരുന്നത്, അതിന് നമ്മൾക്ക് കൊടുക്കാവുന്ന മെഡിസിന് ഏതാണെന്നൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. നമ്മുടെ ബേഡ്സിന് ചില സമയത്ത് നമ്മൾ കണ്ണ് അടച്ചിടുക, അതുപോലെ കണ്ണിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വീർത്ത് വരിക. അത് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മളൊരു ബേഡിനെ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നിടുമ്പോൾ കാണാറുണ്ട്, ആ ബേഡിനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ ഒരു വിഷയം ഉണ്ടാവില്ല. നമ്മുടെ വേറൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ബേഡിൻ്റെ കണ്ണിങ്ങനെ കൂടിയിരിക്കുക, അതുപോലെ കണ്ണിങ്ങനെ വീർത്തെടുക്കുന്നത് കാണാം. അത് ഒന്നാമത് ഉണ്ടാകുന്നത് വെച്ചാൽ ക്ലൈമറ്റ്, അവിടുത്തെ കാലാവസ്ഥയെ നമ്മൾ പിന്നെ കൊണ്ടിടുന്ന സ്ഥലത്തുള്ള കാലാവസ്ഥ രണ്ട് കാലാവസ്ഥ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഒന്ന് ചൂട് കൂടുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്, തണുപ്പ് കൂടുന്ന സമയത്ത്, പെട്ടെന്ന് നമ്മളെ ക്ലൈമറ്റുകൾ മാറുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. എന്നപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സിപ്ലോസ് ഡി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, നമ്മളെ മെഡിക്കൽ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യർക്കൊക്കെ കണ്ണിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു മെഡിസിനാണ്. അപ്പോൾ ഞാൻ ബേഡ്സിനെ വളർത്തിയ എൻ്റെ ഒരു പരിചയത്തിൽ ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഈ സിപ്ലോസ് ഡി. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ബേഡ്സിനെ വളർത്തുന്ന എല്ലാവരും കൊടുക്കുന്ന ഒരു മരുന്ന് തന്നെയാണിത്. ഈ രോഗം കൂടുതലും കണ്ടുവരുന്ന ബേഡ് ഒന്നാമത് വലിയ ബേഡ്സുകൾക്കാണ്. കൊനൂറ്, അതുപോലെ മൊക്കാവ്, അങ്ങനത്തെ വലിയ വലിയ ബേഡ്സിനാണ് അധികം ഇത് കണ്ടുവരാറ്. ലവ് ബേഡ്സ്, പിഞ്ചസ് അങ്ങനത്തെ കൂടുതലും കണ്ടുവരാറില്ല. എന്നാലും കണ്ടുവന്നാൽ ഈ മെഡിസിൻ നമ്മൾ കൊടുക്കാവുന്നതാണ്. ഇത് കൊടുക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം 2 നേരം, രാവിലെയും വൈകുന്നേരമായിട്ട് ഒരു കണ്ണിൽ 2 തുള്ളി 2 സൈഡിലും ഉറ്റിച്ച് കൊടുക്കുക. ആദ്യം കണ്ണ് നല്ലോണം തുറന്ന് വെച്ചിട്ട് 2 തുള്ളി ഉറ്റിച്ച് ഒരു 10 സെക്കൻഡ് അങ്ങനെ തന്നെ വെച്ചിട്ട് മറ്റേ കണ്ണിൽ ഉറ്റിച്ച് കൊടുക്കാവും. അങ്ങനെ നമ്മൾ 2 ദിവസം ചെയ്തു കൊടുത്താൽ തന്നെ ഏകദേശം ഈ കണ്ണിന് വരുന്ന ഫംഗലുകൾ രോഗങ്ങളും മാറിക്കിട്ടുന്നതാണ്. കൂടാതെ അവർക്ക് കുളിക്കുന്ന ബേഡാണെങ്കിൽ ആ സമയത്ത് കുറച്ചധികം വെള്ളം, വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അവർ തന്നെത്താലെ കുളിക്കുന്ന സമയത്തൊക്കെ നല്ലതായിരിക്കും. ചൂട് കാലത്താണ് അത് ഏറ്റവും കൂടുതൽ വെച്ച് കൊടുക്കേണ്ടത്. കണ്ണിന് ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ചൂട് കാലത്ത് വെള്ളം വെച്ച് കൊടുക്കുക. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറലായിട്ട് 1-2 തവണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ബേഡിൻ്റെ ശരീരത്തിൽ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് ചൂട് സമയത്ത് മാത്രം ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം വെച്ച് കൊടുക്കാം. തുടർച്ചയായി ആ കണ്ണിൻ്റെ ആ അസുഖം മാറുന്നവരെ ഈ പ്രക്രിയ നമ്മൾ സ്ഥിരം ചെയ്താലേ ഇതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാകും. പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകുന്ന മരുന്നാണ് ഈ സിപ്ലോസ് ഡി. നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അതുപോലെ നമ്മൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബേഡ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയും നമ്മൾ വീണ്ടും വരുന്നതാണ്.